എൻ്റെ അമ്മോ. യെസ് ഗൈസ്, യെസ് ഗൈസ്, ഞാൻ പറഞ്ഞ യെസ് ഗൈസ്. ഇതിൽ 2 എണ്ണം നല്ല സൈസ് സാധനമാണ്. ഹായ് ഗൈസ്, ഇതേ നമ്മളിന്ന് രാവിലെ തന്നെ നമ്മുടെ ചൂണ്ട സാധനമൊക്കെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇന്ന് മഴയൊക്കെ മാറി ഒന്ന് ആകാശമൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പം എന്തായാലും മഴ മാറിയത് കാരണം തന്നെ പുതിയ മീനുകളൊക്കെ തോട്ടിലോട്ട് വന്ന് കയറി കാണും. അപ്പം അങ്ങനെയുള്ള കുറച്ച് മീനുകളെ പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, ഇത് കണ്ടോ, ഒരു സാധനം കിടക്കുന്നുണ്ടോ ഈ ആമ്പലിൻ്റെ ഇടക്ക്? ഇത് കാണിച്ചു തരാവേ. ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ കിടക്കണത് കണ്ടോ, ഇതിപ്പോൾ ഓടും കണ്ടോ, പോകുന്ന പോക്ക് കണ്ട, ഒരു പേടിയില്ല. അതേപോലെ കിടക്കണം. നമ്മളാ ഫ്രോഗ് കൊണ്ടുവരുമ്പോൾ ഫ്രോഗിനെ വെട്ടാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകണം കേട്ടോ. യെസ് ഗൈസ്, പൊണ്ണ് ഗൈസ് കണ്ടോ, അടുത്ത് വന്ന് എന്ന് വെച്ചാൽ വളരെ അടുത്ത് വന്നപ്പോൾ കയറി അടിച്ച സാധനമാണ് കേട്ടോ. അടിച്ചിരിക്കുന്നത് നമ്മുടെ ബ്ലൂ പില്ലറയിലും. മീനെ ജസ്റ്റ് ഒന്ന് അഴിച്ച് കാണിച്ചു കേട്ടോ. ഫ്ലെയർ എന്തായാലും എടുക്കണം. എൻ്റെ പൊന്നെ, പോലെടാ മോനെ, കിടിലനടിയെന്ന് വെച്ചാൽ കിടിലനടി കേട്ടോ. മീനെന്ന് കാണിച്ചു തരാം കേട്ടോ. ആഹാ, ഇതേപോലുള്ള വലിയ വരാലുകളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞായിരുന്നു. ഇതേപോലെ കണ്ടാ, ലോക്ക് ചെയ്യട്ടാ ആദ്യം. നില്ലടാ മോനെ, എടാ നില്ലടാ. കണ്ടാ, ലോക്ക് ചെയ്ത് കഴിയണം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ്. എന്തായാലും ബ്രാവോയുടെ പ്രോഡക്റ്റ് കൊള്ളാം. വേണ്ട, സുഖമായിട്ട് നമുക്ക് ഊരിയെടുക്കാം കൈസ്. പഠിച്ച വരാൽ കണ്ട, വരാൽ ഇത്രയൊക്കെ കിടന്ന് കുടഞ്ഞിട്ടും ലിപ് ഗ്രിപ്പറേന്ന് പോയിട്ടില്ല. പഠിച്ചിരിക്കുന്ന ഫ്രോഗ് ബ്രാവോയുടെ സിങ്കയാണ് കേട്ടോ. നേരെ ഇവനെ കില്ലോട്ടാക്കാം. യെസ് ഗൈസ്, ഇതടുത്തത്. എൻ്റെ അമ്മോ, എന്താണാവോ ഇത്? പോകുന്ന ആളാരാണ്? അവൻ്റെ സൈസ് ഒന്ന് നോക്കുക. കൊമ്പനെന്ന് പറയാൻ പറ്റുമോ? പൊന്നതേ സൈസ് നോക്കിക്കേ, കണ്ട. കാലുമായിട്ട് നോക്കുമ്പോൾ സൈസ് കണ്ട, നല്ല കിടിലൻ സാധനമാണ് കേട്ടോ അടിച്ചിരിക്കുന്ന ഫ്രോഗ് കണ്ടത്. മുമ്പ് നമുക്ക് നാടൻ്റെ ഈ ഒരു ഭാഗത്ത് മഞ്ഞ ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ, നാടൻ ഏത് വളർത്തിയതെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതെ, അടിച്ചിരിക്കുന്ന ഫ്രോഗ് കണ്ട. ഇവൻ എപ്പം മീനടിച്ചാലും അതിൻ്റെ തൊട്ടുപുറം എനിക്ക് മീനടിക്കും കേട്ടോ. ഞങ്ങൾ തമ്മിലുള്ളൊരു സെറ്റപ്പ് അതാണ്. ഇവന് മീനടിച്ച് കഴിഞ്ഞാൽ തൊട്ടുപുറം തന്നെ എനിക്ക് മീനടിക്കും. അങ്ങനെ ഒരെണ്ണം പിടിച്ച് കയറ്റി നിങ്ങൾ ആ വീഡിയോയിൽ നോക്കുമ്പോൾ കാണാം. ഇവൻ അവിടെ നിന്ന് അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവൻ്റെ ഫ്രണ്ടേ പോയി പിടിച്ചെടുത്ത സാധനമാണ്. ഒരു ഗൈസ് വായൊക്കെ നോക്കി. അതെ, ഇതേപോലെ പുല്ലിൻ്റെ ഇടയിൽ കൂടെ കാണാൻ വേണം നമ്മൾ പോകാൻ കേട്ടോ. ഫസ്റ്റാണ്, എന്നിട്ട് കാസ്റ്റ് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് സ്ഥിരം മീനടിക്കുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ആക്ടിവിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. യെസ് ഗൈസ്, ഞാൻ എന്ത് പറഞ്ഞു ഇവിടെ നമുക്ക് സ്ഥിരം മീനടിക്കുന്നതാണെന്ന് പറഞ്ഞില്ലേ. അടിച്ചിരിക്കുന്നത് നമ്മുടെ സെയിം സിങ്ക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഹുക്കപ്പാണ് കേട്ടോ ഇതിൻ്റെ. അതേപോലെ അത്യാവശ്യം എത്ര മീനടിച്ചാലും ഒരു കൊലടാ. ഇതാണ് വരാലിൻ്റെ സെറ്റപ്പ്. അവനടുത്ത് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അവന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രിപ്പർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അവൻ്റെ വാഴയുടെ അറ്റത്താണ് കോർത്തിരിക്കുന്നത്. നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഊരി ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റിയത്. പക്ഷേ വലിയ വരാലൊക്കെയാണ് ഉള്ളിലോട്ടാണ് ഹുക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ പാടായിരിക്കും.
മനസ്സിലായോ? യെസ് ഗൈസ്, യെസ് 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 യെസ്. അടുത്തൊരു ചെറുതാണ് ഗൈസ്. ചെറുതെന്ന് വെച്ചാൽ തീരെ ചെറുതാണ്. ഇത് നമ്മൾ കൊണ്ടുപോകും. കാരണം ഇവൻ നാടനല്ല. നാടനാണെങ്കിൽ നമ്മൾ തിരിച്ചിട്ടേനെ. ഇത് നാടനല്ലാത്ത കാരണം നമ്മളിവനെ എടുക്കുന്നതാണ് കേട്ടോ ഗൈസ്. ഇത് ഭയങ്കര അഗ്രസീവാണ്. യെസ് ഗൈസ്, എങ്ങനെയുണ്ട്? അടുത്തത് കയറിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നുള്ള അടിയായിരുന്നു. ഫ്രോഗ് ഇതേ പൊക്കത്ത് പോയി. അയ്യോ, ഊരിക്കൊണ്ട് പോയി. പുറകെ വന്നു. ചെറുതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. വാലൊക്കെ വിരിച്ചിരിക്കുന്ന കണ്ടോ. ഭയങ്കര അഗ്രസീവാണ് ഇവന്മാർ കേട്ടോ. അത് അടുത്ത ഒരാളും കിട്ടിയിട്ടുണ്ട്. കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബ്രാവോയുടെ സിംഗ. അയ്യോ, നമ്മൾ നേരെ കൊണ്ടുവന്ന് നമ്മൾ ടാങ്കിലോട്ട് ഇടാൻ പോകണം കേട്ടോ. ഒരുമാതിരി എല്ലാം 1 2 ചെറുതൊന്നും ചത്തിട്ടില്ല കേട്ടോ. 3 ചാകരുതെന്ന് കരുതിയിരുന്ന ഇവൻ ചത്തുപോലെ ഒന്ന് കരുതി എനിക്ക് ആഗ്രഹം ഉണ്ടായത് കേട്ടോ. അയ്യോ, അത് കാരണം ഭാഗ്യം ചത്തിട്ടില്ല. 4. നിങ്ങൾ അവൻ്റെ സൈസ് നോക്കിയ സൈസ് കണ്ടോ. ഇന്ന് കിട്ടിയ ചെറുതിൻ്റെ കൂട്ടത്തിലുള്ള വലുതിൻ്റെ സൈസ് കണ്ടോ. നല്ല പുതറ സാധനം. 2 4 എണ്ണം ആയിട്ടുണ്ട്. ഇവൻ ചത്തുന്നു. ഇല്ല, ചത്തില്ല എന്നാണ് അവൻ പറയുമ്പോൾ. 5. ഇല്ല, തീർന്നിട്ടില്ല. ഒരാളിവിടെ ഉണ്ട്. അയാൾ ഇഹലോകവാസം വെടിഞ്ഞ് അയാൾ ചത്തു ചേട്ടാ. ബാക്കിയൊക്കെ പായലാണ്. അപ്പോൾ അതെ, ഇന്ന് കിട്ടിയതിൽ 2 എണ്ണം നല്ല സൈസ് സാധനമാണ്. കണ്ടല്ലോ, ഇവൻ നല്ല സൈസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക.